Hey guys, welcome back to another video. It's me Leah. ഇന്നത്തെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തേക്ക് ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടോ. ഒരു വർഷം പോയൊരു പോക്കെ എത്ര പെട്ടെന്നല്ലേ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഹൗസ് വാമിങ് ആനിവേഴ്സറി ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ മെച്ചി ഫസ്റ്റ് തന്നെ പുഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അതിൻ്റെ റെസിപ്പി ഉടനെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് എനിക്ക് സെമിനാർ ചെയ്യാണ്ടായിരുന്നു. ഞാൻ 10 ദിവസം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സെമിനാറൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇറച്ചിപ്പുട്ടും ചായയായിരുന്നു. പിന്നെ കടയിലേക്ക് ഞാനും നൈജീസിനെയും കൂടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് കടയിലെത്തി തിരിച്ചു വന്നു. ഇന്ന് വെച്ച് ലഞ്ചിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ യക്നി പുലാവാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ടെടുത്തതിന് ശേഷം ജാതിപ്പത്തി, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, കറുകാപ്പട്ട, പിന്നെ ചെറിയ ജീരകം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളിയുടെ പകുതി കഴുകിയതാണ്, തൊലിക്കാതെ കഴുകിയത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറിയ കഷ്ണം, സവാള ഇതേപോലെ ചെറിയ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെച്ച് കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമ്മൾ ചിക്കന് ഒരു വിസിൽ വരോളം കുക്ക് ചെയ്തിട്ടെടുക്കണം. ബീഫാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പാനിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ജീരകം, കറുകാപ്പട്ട, വലിയ ജീരകമാണ്, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രീതിക്ക് താങ്ക് യു. ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കന് വെള്ളം ഒഴിവാക്കിയിട്ട് ആ ചിക്കൻ മാത്രം നമ്മൾ ഈ ഒരു പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം 2 കപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ല, അതിൻ്റെ പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ വെള്ളമില്ലേ അതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ റൈസിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. പുതിയ ഇറക്കട്ടല്ലേ മാസം. ഞാനിപ്പോൾ പഴയടുത്ത് പോയി വന്നപ്പോഴത്തേക്കും മെച്ചിയുടെ റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വിസിലാട്ടോ കുക്ക് ചെയ്തത്. ഇനി നമ്മുടെ ചിക്കൻ വീണ്ടും ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ റൈസ് റെഡി ആയതില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ല അതിൻ്റെ ബാക്കിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം തുടക്കാനൊക്കെ പോയി തുടച്ച് വന്നപ്പോഴത്തേക്കും മെച്ചിയുടെ പാൽവായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുലാവ് ഇവിടെ സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈരും ടൊമാറ്റോ സോസുമാണ് എടുത്തത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇസ്മിയും നെയ്സിയും പിന്നെ മമ്മി പപ്പി മേമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാൽവായൊക്കെ കുടിച്ചു. വൈകുന്നേരം ആയപ്പോൾ മെച്ചി ചിക്കി വെച്ച മുളകൊക്കെ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ മത്തനായിട്ട് അടുത്ത ക്ലിപ്പിൽ കാണാൻ വേണ്ടി പോണത്. ഇത് കേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചാണ്. പിന്നെ ഒരു മഗ്‌രിബ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും പുഡിങ് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച പുഡിങ് ഇവിടെ സെർവ് ചെയ്യാനായിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ രീതിയൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നൈസക്കും മിസ്നക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലല്ലിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹൗസ് വാമിങ് സ്പെഷ്യൽ ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗ്. വളരെ നല്ലൊരു ദിവസമായിരുന്നു.
അങ്ങനെ കുറേ മധുരമൊക്കെ കഴിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.